എന്നുവെച്ചാൽ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് DGPയും ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം വെച്ചത്. അപ്പൊ അത് സ്വാഗതാർഹമാണെന്ന് തിരുവമ്പാടി ദേവസ്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം ഞങ്ങളുടെ ഹിയറിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത ഹിയറിംഗ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പല ആൾക്കാരെയും ഹിയറിംഗിന് വിളിച്ചിരുന്നു. അവരെല്ലാം അവരേതായ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ്. അതിന്റെ റിപ്പോർട്ടാണ് വരേണ്ടത്. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലെ പോലീസ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്, പറഞ്ഞു കേട്ടിരിക്കുന്നു. അത് ADGP ഇങ്ങനെ ഏകപക്ഷീയമായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആൾക്കാരാണ് ഇതിന് പൂരത്തിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇവിടെ 3500 പൂരത്തിന് 3500ഓളം പോലീസുകാരുണ്ടായിരുന്നു. അതിന്റെ ഹയർ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഈ ADGP വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ ഇന്റലിജൻസ്, വിജിലൻസ്, പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ഉണ്ടായിട്ടും 1 മാസം മുന്നേ ഈ പൂരത്തിന്റെ ചർച്ചകളെല്ലാം നടന്നിട്ടും അത് ഇങ്ങനെ പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പോലീസിന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. അങ്ങനെ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ച് പ്രവർത്തകർ കൂടിയിട്ട് പൂരം കലക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിജിലൻസ് ഉണ്ട്. പോലീസിന്റെ എല്ലാ വിഭാഗം ഉണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇത് മുന്നേ അറിയിച്ചില്ല, അതിനുവേണ്ടി തടയിട്ടില്ല എന്ന് ഇത് പൂരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് തെറ്റായ ആർക്കോ വേണ്ടി പറയുന്ന പോലെയാണ് അജീഷ് കുമാർ സാറ് അത് പറഞ്ഞത്. അജീഷ് കുമാർ സാറ് അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ തിരുവമ്പാടി ഭഗവതിയും തിരുവമ്പാടി ഉണ്ണിക്കണ്ണനും ഈ വിഷയത്തില് അദ്ദേഹത്തിനോട് ചോദിക്കും.